ഹലോ, ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചോറിൻ്റെ റെസിപ്പിയാണിത്. ഇത് ഒറ്റ പോട്ടിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പോട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്താലും മതി. ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ടിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്കയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് ചെറുതായി മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം, എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇതിവിടെ മൂടി വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചിക്കനൊക്കെ പാതി വെന്തിട്ടുമുണ്ട്. ഇനി ഇതിൽ നിന്ന് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പിനടുത്ത് ഇതിൻ്റെ മസാല ഉണ്ടാകും. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 3 ഗ്ലാസ് അരി എന്ന കണക്കിലാണ് ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് മസാലയിലും ഉണ്ടാകും വെള്ളം. അപ്പോൾ അത് നോക്കിയിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ തിളക്കട്ടെ. ആ സമയത്ത് നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതല്ലെങ്കിൽ കൈമ റൈസ് എടുക്കാം. ഇത് രണ്ടും എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയത്ത് മറ്റൊരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നിർബന്ധമൊന്നുമില്ല, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഇത് ലാസ്റ്റ് ചോറിൻ്റെ കൂടെ ഈ പീസസ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു വശം ഒന്ന് മുരിഞ്ഞ് വന്നപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 വശവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ 2 വശമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി റൈസ് വെന്തോ ഒന്ന് നോക്കാം. ഇപ്പോൾ റൈസ് പകുതി വേവായിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും റൈസ് നന്നായിട്ട് വെന്ത് വരും. ഇപ്പോൾ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചോപ്പ് ചെയ്ത മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനും ചോറൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒന്നിനോടൊന്നും ഒട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ചോറ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു ടേസ്റ്റി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്